നമുക്ക് പഞ്ചഭദ്ര കഷായം ഏതൊക്കെ കണ്ടീഷനിൽ ഉപയോഗിക്കാൻ പറ്റും? പഞ്ചഭദ്രം കഷായത്തിൻ്റെ റെഫറൻസ് വരുന്നത് ബൈഷിജ രത്നാവലി എന്ന ഗ്രന്ഥത്തിലാണ്. അതിനകത്ത് തന്നെ ഈ പഞ്ചഭദ്രം കഷായത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഞ്ചഭദ്രം കഷായത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുസ്ത, പർപ്പടകം, ഗുഡൂജി, കിരാതതിക്തം, വിഷുഭേഷജം, ഇതെല്ലാം ജ്വരകരമായിട്ടുള്ള ഡ്രഗുകളാണ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് നോക്കുവാണെങ്കിൽ വാത പൈത്തിക ജ്വരത്തിൽ ഇൻഡിക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ പിത്ത ശ്ലേഷ്മ ജ്വരത്തിൽ ഇൻഡിക്കേറ്റഡ് ആണ്, വാത കഫ ജ്വരത്തിൽ ഇൻഡിക്കേറ്റഡ് ആണെന്ന് നമുക്ക് കാണാം. ഈ ഡ്രഗുകളിൽ നമ്മളിവിടെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ജ്വരത്തിൻ്റെ അഗ്രമായിട്ടുള്ള ഔഷധങ്ങളിലൊന്നാണ് മുസ്ത, പർപ്പടകം മുതലായ ദ്രവ്യങ്ങൾ. ഈ ദ്രവ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു കഷായം അതുകൊണ്ട് തന്നെ ജ്വരത്തിൽ അത്യധികം ശ്രേഷ്ഠമാണെന്ന് നമുക്ക് പറയാം. പഞ്ചഭദ്ര കഷായത്തിൻ്റെ ഇൻഡിക്കേഷനിൽ ജ്വരം എന്ന് പറയുമ്പോൾ അത് പനിക്ക് മാത്രം, ജ്വരത്തിന് മാത്രമുള്ള ഉപയോഗമുള്ളോ? ജ്വരഹര കഷായമാണ് പഞ്ചഭദ്രം കഷായം. ആയുർവേദത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അത് ബ്രോഡ് സ്പെക്ട്രം ആസ്പെക്റ്റിലാണ് പറയുന്നത്. നമ്മൾ ഫീവർ എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കേണ്ട ആവശ്യമില്ല. ജ്വരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വാത പൈത്തിക ജ്വരമാകാം, പിത്ത ശ്ലേഷ്മ ജ്വരമാകാം, വാത കഫ ജ്വരമാകാം, ചിലപ്പോൾ അത് ധാതുഗത ജ്വരമാകാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വാത പൈത്തിക ജ്വരം, എന്താണ് പിത്ത ശ്ലേഷ്മ ജ്വരം, എന്താണ് വാതകഫ ജ്വരം. വാത പൈത്തിക ജ്വരം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. വാത പൈത്തികം എന്ന് പറയുമ്പോൾ രക്തധാതുവായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ആശ്രയ ബന്ധം വെച്ച് നമ്മളത് വ്യാഖ്യാനിക്കാറുണ്ട്, പിത്തത്തിനും രക്തവുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ജ്വരങ്ങളിൽ നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് രോഗികളിൽ കൗണ്ടിലുണ്ടാകുന്ന വ്യത്യാസം. ഇപ്പോൾ ഡെങ്കിപ്പനി എടുത്താൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൽ വേരിയേഷൻസ് വരാം. അതുപോലെ തന്നെ പല അസുഖങ്ങളിലും നമ്മൾ കൗണ്ടിന് വേരിയേഷൻസ് കാണുന്നുണ്ട്. ആ കണ്ടീഷൻസിലെല്ലാം പേഷ്യൻസിൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതായിട്ടും കാണാം. അപ്പോൾ അതുതന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാത പൈത്തിക ജ്വരം എന്ന് പറയുമ്പോൾ വാത രക്തം എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരികയും രക്തധാതുവിനുണ്ടാകുന്ന അല്ലെങ്കിൽ ബ്ലഡിലുണ്ടാകുന്ന കൗണ്ട് വ്യതിയാനങ്ങളുണ്ടാകുന്ന ജ്വരങ്ങളിൽ ഇത് ശ്രേഷ്ഠമാണെന്നും നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് പിത്ത ശ്ലേഷ്മ ജ്വരത്തിൽ ഇത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. പിത്ത ശ്ലേഷ്മ ജ്വരം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പ്രസക്തമായ ചോദ്യം. പ്രത്യേകിച്ച് വരുന്ന സർജിക്കൽ കണ്ടീഷൻസ്, അതായത് നമ്മൾ സ്ഥിരമായി നമുക്ക് ഫേസ് ചെയ്ത് വരുന്ന ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് അല്ലെങ്കിൽ ചികിത്സകളിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു രോഗാവസ്ഥയാണ് ബ്രസ്റ്റ് അബ്സസ്. ഈ കണ്ടീഷൻസിൽ രോഗികളിൽ ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ആൻറ്റിബയോട്ടിക് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ചികിത്സകൾ പുരോഗമിക്കാറ്. ആ കണ്ടീഷൻസിൽ ഈ പഞ്ചഭദ്രം കഷായത്തിലെ ഡ്രഗുകൾ എടുത്തു നോക്കുമ്പോൾ ഇത് വളരെ ഫലപ്രദമാണെന്ന് കാണാം. ഇതിനകത്ത് ഗുഡൂജിയുണ്ട്, അമൃതമുണ്ട്, മുസ്തയുണ്ട്, അതുപോലെ തന്നെ ജ്വരകരമായിട്ടുള്ള പർപ്പടകമുണ്ട്, കിരാതതിക്തമുണ്ട്, വിഷവേഷമായിട്ടുള്ള ചുക്കുണ്ട്. ഈ ഡ്രഗുകളെല്ലാം തന്നെ ഈ അബ്സസിനെ കുറയ്ക്കുന്നതും ഡ്രെയിൻ ചെയ്യാൻ സഹായിക്കുന്നതുമാണ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജിക്കൽ കണ്ടീഷനാണ് ഏനോറക്ടൽ കണ്ടീഷനായിട്ടുള്ള പെരിയേനൽ അബ്സസ് എന്ന് പറയുന്നത്. ഇതും ബ്രസ്റ്റ് അബ്സസ് പോലെ തന്നെ ചികിത്സിക്കാൻ ദുഷ്കരമായിട്ടുള്ള രോഗാവസ്ഥയാണ്. ഇതിനകത്ത് നമ്മൾ പൾപ്പ് ഡ്രെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുക്കേണ്ടതാണ്. അതിനൊപ്പം ഇൻറ്റേർണലി നമുക്ക് ഈ കഷായം കൊടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ത, പർപ്പടക പോലുള്ള വിഷഭേഷജം പോലുള്ള കിരാതത്വം പോലുള്ള മരുന്നുകൾ നമുക്ക് ആൻറ്റിബയോട്ടിക് മരുന്നുകളെ പോലെ തന്നെ ഫലപ്രദമാണെന്ന് കാണാം. പേഷ്യൻസിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുകയും പഴുപ്പ് കുറയ്ക്കുകയും ചെയ്യും. അടുത്തതായിട്ട് നമുക്ക് ഒരു ഇൻഡിക്കേഷനാണ് വാത കഫജ്വരത്തിൽ ഇൻഡിക്കേറ്റഡ് ആണ് എന്ന് നമുക്ക് കാണാം. വാതകഫജ്വരം എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ സ്പെസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത് ഉരസ് കഫത്തിൻ്റെ സ്ഥാനമെന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള ഒരു ജ്വരാവസ്ഥയെ നമുക്ക് ഇതിനകത്ത് എടുക്കാവുന്നതാണ്. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നൊരവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ് പോലുള്ള അവസ്ഥകൾ, പൾമണറി എഡിമ പോലുള്ള അവസ്ഥകൾ, ന്യൂമോണിയ പോലുള്ള അവസ്ഥകൾ. ഈ കണ്ടീഷൻസിലൊക്കെ പേഷ്യൻസ് മിക്കവാറും ഒരു ഗുരുതരമായ രോഗാവസ്ഥയിലായിരിക്കും. ആ സമയത്തൊക്കെ പലപ്പോഴും നമുക്ക് ജീവൻ രക്ഷാ മരുന്നുകളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. അതിനോടൊപ്പം തന്നെ ആയുർവേദത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കഷായയോഗം ഉള്ളത് പഞ്ചഭദ്രം കഷായമാണ്. ആ കഷായത്തിലെ മരുന്നുകൾ അതുപോലെ ശ്രേഷ്ഠമായതുകൊണ്ടാണ് എല്ലാം ടെമ്പറേച്ചർ കുറയ്ക്കാനും പഴുപ്പിൽ ഡ്രെയിൻ ചെയ്യിക്കാനും, ഇപ്പോൾ പൾമണറി എഡിമ ആയിക്കോട്ടെ, ആ സമയത്ത് ചെസ്റ്റ് ഏരിയയിൽ, റെസ്പിറേറ്ററി ഏരിയയിൽ ഒരു ശോഭാവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെ ശ്വസിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ അവസ്ഥയിൽ നമുക്ക് ഈ ജ്വരത്തിൻ്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള മരുന്നുകളാണ് ഈ കഷായത്തിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഷായം ഉപയോഗിക്കുമ്പോൾ നമുക്ക് പേഷ്യൻസിന് അതിനനുസരിച്ചൊരു ഗുണം കിട്ടുന്നതായിട്ട് കാണാവുന്നതാണ്. ജ്വര ചികിത്സയെ മാത്രമാണോ ഈ പഞ്ചഭദ്ര കഷായം ഉപയോഗിക്കുന്നത്?
ജ്വരം എന്ന് പറയുമ്പോൾ നമ്മൾ ഫീവർ എന്നുള്ളൊരു കണ്ടീഷൻസിലേക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പലപ്പോഴും നമ്മളുടെ പ്രാക്ടീഷണേഴ്സ് പലപ്പോഴും ഈ വാക്കുകൾ വേർഡ് ബൈ വേർഡായിട്ട് ഡിറൈവ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കാറുണ്ട്. ഇപ്പോൾ ജ്വരത്തിന് കൊള്ളാമെന്ന് പറയുമ്പോൾ ഫീവറിന് കൊള്ളാം. അപ്പോൾ ഒരു പനിയായിട്ട് വന്നിരുന്ന അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവറായിട്ട് വരുന്ന രോഗിക്ക് മാത്രമാണ് ഈ കഷായം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഒരിക്കലും നമ്മൾ പോകരുത്. ജ്വരം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒരു ബ്രോഡ് കോൺസെപ്റ്റായിട്ടാണ് ആയുർവേദത്തിൽ നമ്മൾ എടുക്കുക. ഇപ്പോൾ നമ്മൾക്ക് വരുന്നൊരു രോഗിക്ക് നഖത്തിന് ചെറിയ പഴുപ്പാണ്. ആ രോഗിക്ക് അവിടെ വന്നിരിക്കുന്നത് നഖത്തിൻ്റെ ആ ഏരിയയിൽ ചെറിയൊരു രോഗാവസ്ഥയുണ്ട്. ആ രോഗാവസ്ഥ ജ്വരം എന്ന് തന്നെ നമുക്ക് എടുക്കാം. ധാതുഗത ജ്വരം എന്നാണ് അതിന് കൃത്യമായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രസ്റ്റ് അബ്സസുമായിട്ട് വരുന്ന ഒരു രോഗി, ആ രോഗിക്കും ജ്വരാവസ്ഥയുണ്ട്. ആ ധാതുഗതമായിട്ടുള്ള ബ്രസ്റ്റ് ടിഷ്യൂവിലാണ് ആ ജ്വരാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ റെക്ടൽ പെരിയനൽ അബ്സസിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ജ്വരം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളൊരു ചികിത്സിക്കുമ്പോൾ ഡയറക്റ്റ് ഫീവർ റിലേറ്റഡ് കണ്ടീഷൻസ് മാത്രം ചിന്തിക്കാതെ പലതരം രോഗാവസ്ഥയിലേക്ക് നമ്മൾ ഡിറൈവ് ചെയ്തെത്തേണ്ടതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു കോൺസെപ്റ്റ് പറയുമ്പോൾ അത് ബ്രോഡായിട്ടാണ് പറയുക. ഇപ്പോൾ നടുവേദന എന്നുള്ള കോൺസെപ്റ്റ് നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ലോ ബാക്കിലേക്ക് മാത്രമായിട്ടാണെങ്കിൽ കടീഗ്രഹം എന്നുള്ളൊരു കോൺസെപ്റ്റിനുള്ളിലാണ് ഈ നടുവേദന പോലുള്ള പല അസുഖങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ജ്വരകരമായിട്ടുള്ള കഷായം എന്ന് പറയുമ്പോൾ ഇതിനുള്ളിൽ ഒരു രോഗങ്ങളുടെ ഒരു വലിയൊരു സ്പെക്ട്രം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ഒരു മരുന്നായിട്ടാണ് ഇതിനെ പരിഗണിക്കുക. കാരണം ഇതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന 5 കൂട്ടം മരുന്നുകളിൽ ഈ മരുന്നുകളെല്ലാം തന്നെ അഗ്രഗണ്യമായിട്ടുള്ള ജ്വരഹര കഷായങ്ങളാണ്, ജ്വരഹര മരുന്നുകളാണ്. അതുപോലൊപ്പം തന്നെ മെയിനായിട്ടുള്ള ദ്രവ്യങ്ങളാണ്. അതായത് മുസ്ത പർപ്പടകൈ ജ്വര എന്നാണ് നമ്മൾ പറയുന്നത്. അത് ജ്വരത്തിൻ്റെ അഗ്രൗഷധങ്ങളിലൊന്നാണ് മുസ്ത പർപ്പടക. അതോടൊപ്പം തന്നെ ഗുഡൂജി ആയിക്കോട്ടെ, വിഷഭേഷജം ആയിക്കോട്ടെ, കിരാതിക്തമായിക്കോട്ടെ, എല്ലാം നല്ല പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. അങ്ങനെ ഒരു കഷായം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നമുക്കൊരു നല്ലൊരു പ്രൊമോഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ആ കഷായം ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ പലതരം രോഗാവസ്ഥയും നമുക്ക് പരിഗണിക്കാം. കേവലം ഒരു ജലദോഷപ്പനിയായിട്ട് വരുന്ന ഒരു രോഗിയിൽ നിന്ന് മാത്രമല്ലാതെ ആ രോഗിക്ക് ഏതെങ്കിലും അവയവത്തിലുണ്ടാകുന്ന ധാതുഗതമായ ജ്വരം, ഇപ്പോൾ അത് നെഫ്രൈറ്റിസ് ആകാം, അത് വേറൊരു അവയവത്തിനുണ്ടാകുന്ന ജ്വരാവസ്ഥയാകാം, അല്ലെങ്കിൽ ഒരു ന്യൂറോജനിക് അൾസർ ആകാം, അല്ലെങ്കിൽ ഡയബറ്റിക് അൾസർ ആകാം, വെരിക്കോസ് അൾസർ ആകാം. ഈ കണ്ടീഷൻസിലെല്ലാം ഒരു രോഗി അഭിമുഖീകരിക്കുന്നത് ധാതുഗതമായിക്കോട്ടെ അല്ലെങ്കിൽ ശരീരത്തിൽ മൊത്തത്തിലൊരു ടെമ്പറേച്ചറിൻ്റെ റേസും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കഷായത്തിൻ്റെ ഒരു ഉപയോഗിക്കേണ്ട ഒരു വ്യാപ്തി നമ്മൾ പനി എന്നുള്ള അല്ലെങ്കിൽ ഒരു ജലദോഷപ്പനി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അടച്ചിടാതെ നമ്മൾ ബ്രോഡായിട്ട് ചിന്തിച്ച് അത് ഉപയോഗിക്കേണ്ടതാണ്. അതിന് അനുകൂലമായിട്ടുള്ള ദ്രവ്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചികിത്സിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ചികിത്സയിൽ കിട്ടും. പഴകിയ രോഗാവസ്ഥ അല്ലെങ്കിൽ ക്രോണിക് കണ്ടീഷനിൽ ഇത് നമുക്ക് രോഗികളിൽ ഉപയോഗിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചികിത്സ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ. ഈ വെരിക്കോസ് വെയിൻ രോഗാവസ്ഥ പലപ്പോഴും നമ്മളിലേക്ക് എത്തുന്നത് പഴകിയ അവസ്ഥകളിലാണ്. ഒന്നുകിൽ വെരിക്കോസ് എക്സിമ ആയിട്ട് എത്തുക വളരെ ചുരുക്കമാണ്. ഫസ്റ്റ് കണ്ടീഷൻസിലാണ് വെരിക്കോസ് എക്സിമ വരിക. ആദ്യം വെരിക്കോസ് വെയിൻ ഉണ്ടാവും, എൻലാർജ് ആവും, പിന്നെ വെരിക്കോസ് എക്സിമ വരും. അതിനുശേഷം വെരിക്കോസ് അൾസറിലേക്ക് പോകും. അതിനുശേഷം പിന്നെ അത് കോംപ്ലിക്കേഷൻസിലേക്ക് പോവുക ചെയ്യുന്നത്. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്നൊരു പഴകിയ രോഗാവസ്ഥ. ഈ കണ്ടീഷൻസിൽ പേഷ്യൻ്റ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻ്റർമിറ്റൻ്റ് ഫീവർ ഉണ്ടാകാറുണ്ട്, ഏക്കിംഗ് പെയിൻ ഉണ്ടാകാറുണ്ട്, വേറെ ദഹന സംബന്ധമായിട്ട് പോലും അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് ഈ പനി ഉള്ളതുകൊണ്ട്. ഈ കണ്ടീഷൻസിൽ നമുക്ക് ഉള്ളിൽ ഈ മരുന്ന് ഫലപ്രദമാണ്. ഗുഡൂജിയുണ്ട്, അതുപോലെ തന്നെ കിരാതിത്വമുണ്ട്, വിഷഭേഷജമുണ്ട്, എല്ലാ മരുന്നുകളും ഉണ്ട്, മുസ്തയുണ്ട്, പർപ്പടകമുണ്ട്. ഈ മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ ഈ ലക്ഷണങ്ങളിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഈ പേഷ്യൻസിന് വരും. അതോടൊപ്പം തന്നെ വെയിൻ സംബന്ധമായിട്ടുള്ള നീർക്കെട്ട് മാറും. ഈ വെരിക്കോസ് അൾസറിലുണ്ടാകുന്ന പഴുപ്പിനും ശമനം കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു അസുഖം നമുക്ക് എക്സാമ്പിൾ എടുക്കുമെങ്കിൽ ഈ ഡയബറ്റിക് അൾസർ. ഡയബറ്റീസ് രോഗികളിലുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഡയബറ്റിക് അൾസർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാവും, ഡയബറ്റിക് കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ മുറിവ് ഉണങ്ങാൻ പാടുപെടും, അത് വീണ്ടും ഡയബറ്റിക് അൾസറായിട്ട് വരും.
അതൊരു പഴകിയ രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥ നമ്മളെടുത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല കഷായമാണ് പഞ്ചപത്രം കഷായം എന്ന് പറയുന്നത്. കാരണം നമ്മളിതിൻ്റെ മരുന്നുകൾ എടുത്ത് നോക്കുമ്പോൾ ഗുഡുചി അത് പ്രമേഹത്തിന് ഉത്തമമാണ്, കിരാതിക്തം പ്രമേഹത്തിന് ഉത്തമമാണ്, വിശ്വവേഷ് ചുക്ക് പ്രമേഹത്തിന് ഉത്തമമാണ്, മുസ്തയും പർപ്പടകവും എല്ലാം പ്രമേഹത്തെ ശമിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ജ്വരഹര പ്രോപ്പർട്ടി ഉണ്ട് താനും. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഡയബറ്റിക് അൾസറിൽ ഇത് കൊടുക്കാം, ഡയബറ്റിക് അബ്സസിൽ ഇത് കൊടുക്കാം, ഡയബറ്റിക് കാർബങ്ങളിൽ ഇത് കൊടുക്കാം. അതെല്ലാം പഴകിയ രോഗാവസ്ഥകളാണ്. ഇനി വേറൊരു കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ കിടപ്പ് രോഗികളെ പറ്റി നമുക്ക് ചിന്തിക്കാം. കിടപ്പ് രോഗികളിൽ പ്രധാനമായിട്ടും വരുന്നത് ബെഡ് സോർ എന്നൊരു അവസ്ഥയാണ്. ഈ ബെഡ് സോർ അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അത് അൾസർ വന്നിട്ട് പഴുപ്പ് വന്നിട്ട് ആ ടിഷ്യൂ നെക്രോസ്ഡ് ആയിട്ട് പോകുന്നത് കാണാറുണ്ട്. ആ കണ്ടീഷൻസിലെല്ലാം നമ്മൾ കൈവച്ച് പൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ റൈസ് നമുക്ക് കിട്ടും. ധാതുഗത ജ്വരം എന്ന് അതിനെ വിളിക്കാം. ഈ പേഷ്യൻസിന് തന്നെ ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്. ആ കണ്ടീഷൻസിലെല്ലാം ഈ പഞ്ചപത്രം കഷായം എഫക്റ്റീവാണ്. പിന്നെ നമ്മൾ ഈ പ്രായമായവരിലെ കിടപ്പ് രോഗികളിലെല്ലാം നമ്മളിങ്ങനെ ഈ രോഗികൾ നമ്മളെടുക്കുമ്പോൾ പ്രായമായവരിലുണ്ടാകുന്ന വേറെ ചില അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ കിടന്നിട്ട് അവർക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് പൾമണറി എഡിമ എന്ന് പറയും. അതായത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ കിടപ്പ് രോഗികൾ അല്ലെ പ്രായമായവരിലൊക്കെ കിടന്നു കഴിയുമ്പോൾ അവർക്ക് കഫക്കെട്ടുണ്ടാവുകയും, കഫക്കെട്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു ജലദോഷമൊക്കെ വന്ന് തുടങ്ങുന്നതായിരിക്കാം ചിലപ്പോൾ. അത് പിന്നെ ചുമയാവും, ചുമ മാറാതെ വരും, അവസാനം അത് ബ്രോങ്കൈറ്റിസ് ആകും, അതിനുശേഷം അതൊരു പൾമണറി എഡിമ എന്നുള്ള കണ്ടീഷനിലേക്ക് വരും, ശോഭാവസ്ഥയിലേക്ക് വരും. ഈ കണ്ടീഷൻസ് പഴകിയ രോഗാവസ്ഥ തന്നെയാണ്. ഇതിലും ഇത് വളരെ ഫലപ്രദമാണ്. കാരണം ഇതിലുള്ള മരുന്നുകൾ എല്ലാം ഈ പറഞ്ഞ പോലെ ഈ കണ്ടീഷൻസിനെ പ്രതിരോധിക്കുന്നതാണ്, ജ്വരത്തെ പ്രതിരോധിക്കുന്നതാണ്, ശോഭാവസ്ഥയെ പ്രതിരോധിക്കുന്നതാണ്. അങ്ങനെ പഴകിയ രോഗാവസ്ഥകളിൽ നമുക്ക് ഇത് എഫക്റ്റീവാണെന്ന് കാണാം. ഒരു പ്രാക്ടീഷണർ എന്ന നിലയ്ക്ക് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഏതൊക്കെ മരുന്നുകൾ എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് കൊടുക്കാമെന്നുള്ളത്. പഴയ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർമാർ അല്ലെങ്കിൽ വൈദ്യന്മാർ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാം അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ ഏതൊക്കെ യോഗങ്ങളിലുള്ള മരുന്നുകളാണ് അവൈലബിൾ ആണെന്നുള്ളത് ഞാൻ എപ്പോഴും നോക്കാറുണ്ട്. പഞ്ചപത്രം കഷായത്തെ പറ്റി പറയുവാണെങ്കിൽ അതിൻ്റെ മരുന്നുകളെല്ലാം എടുത്തു നോക്കിയപ്പോൾ വൈദ്യരത്നാവലിയിൽ നല്ലൊരു യോഗമുണ്ടെന്ന് കണ്ടു. എന്നിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ഈ അടുത്ത കാലത്താണ് മനസ്സിലായത് നമുക്ക് SNA എന്നുള്ള ഫാർമസി അതിൻ്റേതായ രീതിയിൽ തന്നെ ആ കഷായം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് കറക്റ്റ് യോഗം എടുത്തിരിക്കുന്നത് വൈദ്യരത്നാവലിയിലാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് പ്രാക്ടീസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മെച്ചം എനിക്ക് കിട്ടുന്നുമുണ്ട്. നമുക്ക് ഈ കഷായത്തിൽ ഈ വൈദ്യരത്നാവലിയിൽ നിന്നുള്ള യോഗം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ SNA ഫാർമസിയിൽ അത് കൊടുത്തിരിക്കുന്ന യോഗവും അതിൻ്റെ ഡ്രഗ്സും കോമ്പിനേഷൻസും എല്ലാം നല്ല ഉത്തമമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അത് പ്രാക്ടീസിൽ ഉപയോഗിക്കാവുന്നതാണ്.